ഹായ് ഗൈസ്, ഈ സാഹസികമായി മസാല തേച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയാണ് ഗൈസ്. നമ്മൾ ആദ്യമായി ചിക്കൻ ഗ്രില്ലുണ്ടാക്കാൻ പോവാണ്. എന്താവുമെന്നറിയില്ല, കാരണം ആദ്യമായി ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൻ്റെ ABCD അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഗ്രില്ലുണ്ടാക്കുന്നത്. നല്ല ആയാലും മോശമായാലും നമ്മളത് കഴിക്കും, അത് വേറെ. പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ട് ചില്ലടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, അതിനുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണെല്ലാം. പിന്നെ നമ്മളന്ന് കോളേജിൽ നിന്ന് പറിച്ച ബാക്കി കൊന്നപ്പൂവാണ്. വീണ്ടും ഞങ്ങൾ പോയി പറിച്ചു ഗൈസ്, ഒരു നൊസ്റ്റൂവിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അടുത്തറിയാൻ വയ്യാത്ത പരിപാടിക്ക് പോവുകയാണ്, അതായത് പൊറോട്ട. എന്താവുമെന്നറിയില്ല. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഗ്രിൽ ബോക്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഗ്രില്ല് ചെയ്യാൻ. ചാർക്കോൾ ഇട്ട് നമ്മൾ നിറയ്ക്കുവാണ്. നമ്മൾ ചാർക്കോൾ മേടിച്ച കേട്ടോ. ഇത് ഫുള്ള് ചാർക്കോൾ ഇട്ട് നിറച്ചിട്ട് നമ്മൾ അത് കത്തിക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. നമ്മളൊരു പേപ്പർ എടുത്ത് കത്തിച്ച് നോക്കി, കത്തുന്നില്ല. പിന്നെയാണ് മനസ്സിലായ പണി പാളി, ഇത് കത്തിക്കാൻ അറിഞ്ഞുകൂടാ. ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞു. ചിക്കനൊക്കെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ബുക്ക് ഫുള്ളും പേപ്പർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു. എന്നിട്ടും കത്തുന്നില്ല. അത് പേപ്പർ കത്തി കഴിയും, തീരും. പിന്നെ നമ്മൾ ഈ ഗ്യാസിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കത്തിക്കാൻ നോക്കി, അതൊന്നും വർക്കാവുന്നില്ല. പിന്നെ അവസാനം ആൽക്കഹോൾ എടുത്തുകൊണ്ട് വന്ന് അതിൽ ഒഴിച്ചു നോക്കി, പക്ഷേ അതും വർക്കായില്ല. കാരണം ആൽക്കഹോൾ ഒഴിക്കുന്ന സമയത്തൊന്ന് കത്തും, പക്ഷെ നിൽക്കും. പിന്നെ അവസാനം നമ്മൾ പുറത്ത് പോയിട്ട് വാഴയിലയുടെ ഉണങ്ങിയത് നോക്കിയിട്ട് അത് പറിച്ചിട്ട് വന്നു. അത് വെച്ച് കത്തിച്ചപ്പോൾ നന്നായി ഫ്ലെയിം വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫ്ലെയിം എങ്ങനെയും എല്ലായിടത്തും കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നമ്മൾ. അവസാനം എങ്ങനെയൊക്കെയോ അങ്ങ് കത്തി. FMGയെ പറ്റി ചോദിച്ചതുപോലെ ഗ്രില്ലൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ടോ? ഷുവർ. അപ്പോൾ മസാലയൊക്കെ തേച്ച് ആ സാധനം വെച്ചു. ഇത് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നതാണ് രസമല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുത്തു. ഇവർ രണ്ടുപേരും കൂടെയാണ് ഗ്രില്ല് ഉണ്ടാക്കിയത്. ഫാനൊക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റപ്പാക്കിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ആ ഒരു ചെയ്യുന്ന രീതി കണ്ടാത്തൊന്നും നമ്മൾ എക്സ്പേർട്ടാണ്. ഒരു തേങ്ങ അറിയാതെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി ഉണ്ടാക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്യുക്കമ്പർ നല്ല ഉപ്പ് മുളകൊക്കെ അതിൻ്റെ ഇടയിൽ പൊറോട്ട അടിക്കാൻ വേണ്ടി തുടങ്ങി. ഇതെങ്ങനെ അടിക്കണമെന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഗൈസ്. അതിനകത്ത് നിറയെ വെള്ളം കൂടിപ്പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു ലെയർ പൊറോട്ടയാക്കാൻ നോക്കി. അവസാനം എങ്ങനെയൊക്കെയോ അത് രണ്ട് സൈഡിൽ നിന്ന് മടക്കിയെടുത്തു. അവിടുന്ന് ആ സ്ലാബിൽ നിന്ന് അത് ഇളകിപ്പോലും വരുന്നില്ലായിരുന്നു. അവസാനം ഞാൻ എന്തോരം എണ്ണ ചേർത്തിട്ടാണ് അത് ഇളകി വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവസാനം എന്തായാലും ഒരു പൊറോട്ടയുടെ ഷേപ്പിലൊക്കെ ആക്കി ഉരുട്ടി വെച്ചു ഞാൻ. ആ ഉരുട്ടി വെച്ചതെടുത്ത് പരത്താൻ നോക്കുന്നു, അത് തിരിച്ച് വീണ്ടും ഉരുളയാവും. അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു റോളർ എടുത്തിട്ട് പരത്തി. അപ്പോഴാണ് അത് കുറച്ച് ശരിയായി വന്നത്. പൊറോട്ടയുടെ ലെയറെല്ലാം പരന്ന് ചപ്പാത്തി പരുവമായി എങ്ങനെയൊക്കെയോ ആക്കി, ഏതൊക്കെയോ ഷേപ്പിലൊക്കെ ഏതൊക്കെയോ മാപ്പായി ഗൈസ്. അവസാനം നമ്മൾ അതെടുത്ത് എങ്ങനെയൊക്കെയോ ചുട്ടെടുത്തു. അതിൻ്റെ ഇടയിൽ ഗ്രില്ല് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ചുട്ടേൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല ഗൈസ്, അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. എങ്ങനെയുണ്ടാ? സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെ ഉണ്ട്? അടിപൊളി. പൊറോട്ട അടിപൊളി. ഉണ്ടാക്കിയ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. അവസാനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി ഗൈസ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.